നിലമ്പൂരിലെ വോട്ടർമാർക്കിടയിൽ CPM-ന് പ്രബല സ്വാധീനമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് വിജയിക്കാമെന്നുള്ള വിശ്വാസമില്ലെന്നും CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ വികസനങ്ങളുടെ പിൻബലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിലും വിജയം കൈവരിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമായും സംഘടനാപരമായും ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അതിന് ഇടതുപക്ഷവുമായി CPM-മായി സഹകരിക്കാൻ തയ്യാറുള്ളത്, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത്, എല്ലാ സഹയാത്രിയും യോജിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു വിജയം ഇടതുപക്ഷത്തിനും CPI-നും ജില്ലയ്ക്കകത്തുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ PV അൻവർ ഒരു ഫാക്ടറാവില്ലെന്നും CPM-നോട് ചേർന്ന് നിന്നപ്പോൾ മാത്രമേ അൻവറിന് മണ്ഡലത്തിൽ സ്വാധീനമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സൂചനയും അദ്ദേഹം നൽകി. നിലമ്പൂരിൽ നിലവിലുള്ള സ്വാധീനം നിലനിർത്തി സീറ്റ് വിജയിപ്പിച്ചെടുക്കാനുള്ള പരീക്ഷണങ്ങളാണ് നടക്കുന്നതെന്നും അതിന് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൽപര്യമുള്ള മതനിരപേക്ഷ കക്ഷികളുമായി കൂട്ടുചേരുമെന്നും അനിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ നിന്നും CPM ഈ കാര്യത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല, എല്ലാവരെയും യോജിപ്പിച്ചു ഈ സാമൂഹ്യ വിപത്തിൽ ഉന്മൂലനം ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ സാമൂഹ്യ വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നത്. അതിലാരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് അല്ല എന്നുള്ളത്, യോജിച്ചു നിന്നത് നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്തുക. ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂറുമാറിയെന്നു കരുതി സ്വതന്ത്രരെ മത്സരിപ്പിക്കുന്നത് അബദ്ധമാണെന്ന് പറയാനാവില്ലെന്നും മറ്റിടങ്ങളിലെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ CPM അനുഭാവികളായി വിജയിച്ച് MLA, മന്ത്രി ഉൾപ്പെടെയുള്ള പദവികളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.